ഹോട്ടൽ മേഖല തന്നെ പ്രതിസന്ധിയിലാണ്. പല ഹോട്ടലുകളും ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെയും പല ഹോട്ടലുകൾക്കും താഴെ വീണ് കഴിഞ്ഞു. കാരണം ഗ്യാസ് ഇല്ലെങ്കിൽ ഹോട്ടൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ല. പുതിയ നിയമ സംവിധാനം അനുസരിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കർശനമായ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിറക് എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പുക വരും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. സാധാരണ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ മുൻകൂട്ടി കമ്പനി നമ്മൾക്ക് ഇൻഫർമേഷൻ തരുമായിരുന്നു. പക്ഷേ ഇപ്പോഴും കമ്പനി നമുക്ക് ഒരു അഡ്വാൻസ് ഇൻഫർമേഷൻ തരാതെ ഏകപക്ഷീയമായി ഗ്യാസിൻ്റെ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനൊരു മാർഗ്ഗമേ മാത്രം ഞങ്ങൾക്കുള്ളൂ, ഹോട്ടൽ അടച്ചു പൂട്ടുകയായിരുന്നു. ഹോട്ടൽ അടച്ചു പൂട്ടുമ്പോൾ വളരെയേറെ പ്രയാസം കൊണ്ട് ഞങ്ങൾക്കും പൊതുജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ് ഹോട്ടലുകാർ. ഹോട്ടലിനെ ആശ്രയിച്ചാണ് പലരും പട്ടണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഹോട്ടലിൽ ഭക്ഷണമില്ല അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സാധനമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വളരെയേറെ പ്രയാസമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലേറെ പരിതാപകരമാണ് ഞങ്ങളുടെ നില. ഞങ്ങൾക്ക് ഗ്യാസ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇന്ധനം തരുന്നില്ല, ഇന്ധനം ലഭിക്കുന്നില്ല. സാധാരണ പെട്രോളിയം മിനിസ്ട്രി പറഞ്ഞിരുന്നത് 90 ദിവസത്തേക്ക് വേണ്ട ഇന്ധനം ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ്. പക്ഷേ ഇത് യുദ്ധം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ പറഞ്ഞു ഗ്യാസ് വിതരണം നിലച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സഹകരിക്കണം. ഇങ്ങനെയാണ് ഞങ്ങൾ സഹകരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. മിക്കവാറും ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ കേരളത്തിലെ 60% 70% ഹോട്ടലുകളും പൂട്ടേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. കേരളത്തിൽ മൊത്തം ഏകദേശം 3 ലക്ഷത്തോളം ചെറുകിട ഇടത്തരം ഹോട്ടലുകളുണ്ട്. അതിൽ ഏകദേശം 20 ലക്ഷത്തോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ 2-3 ലക്ഷം തൊഴിലാളികളെ ഈ കേരളത്തിലെ തൊഴിലാളികളുള്ളൂ. ബാക്കി മുഴുവനും അതിഥി തൊഴിലാളികളാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടലിൽ തൊഴിൽ ചെയ്യാൻ ഇപ്പോൾ കേരളക്കാരും ഇല്ല. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും വന്ന തൊഴിലാളികളെ നമ്മളിപ്പം ഗ്യാസ് കിട്ടും, ഇന്ന് കിട്ടും, നാളെ കിട്ടും, അതല്ലെങ്കിൽ കപ്പൽ വരുന്നതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്ര കാലം പോവും? അപ്പോൾ അവർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. കാരണം കൊറോണ കാലത്ത് ഇവർ മടങ്ങിപ്പോയതാണ്. പിന്നെ അവരെ രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തത്രപ്പാടില്ല ഞങ്ങൾ. അതും പൂർണ്ണമായി റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ പുതിയ ഈ പ്രതിസന്ധിയും ഹോട്ടൽ മേഖല, കേരളത്തിലെ ഹോട്ടൽ മേഖല വളരെ പരിതാപകരമായത്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അധികാരികൾ എന്തെങ്കിലും ചെയ്യണം. തദ്ദേശ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഹോട്ടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്.